ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡീപ്പ് ലേണിംഗ് മൊഡ്യൂൾ 3യിലുള്ള ടോപ്പിക്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, കൺവല്യൂഷൻ ഓപ്പറേഷൻ, കൺവല്യൂഷൻ ലെയേഴ്സ് ഇൻ ന്യൂറൽ നെറ്റ്വർക്ക്, പൂളിംഗ്, ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ്, ആർക്കിടെക്ചർ ഓഫ് ലെനെറ്റ്, അലക്സ്നെറ്റ് ആൻഡ് VGG16. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഓർ നമ്മൾ ഇതിനെ ഷോർട്ടായിട്ട് CNN എന്ന് പറയാം. ഇതൊരു ഡീപ്പ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് സ്ട്രക്ചേർഡ് അറേ ഓഫ് ഡേറ്റാനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചേർഡ് അറേ ഓഫ് ഡേറ്റയിൽ ഇമേജസ് ഒക്കെ വരും. അപ്പോൾ ഇമേജ് പോലെയുള്ള ഡേറ്റാസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഇൻ ഡീപ്പ് ലേണിംഗ്. ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് കമ്പ്യൂട്ടർ വിഷനിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ടെക്നോളജി. ആൻഡ് ഇത് നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, പിന്നെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഇതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതിൽ ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഒരു ഇമേജ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജിലുള്ള പാറ്റേൺസ് ഒക്കെ പിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവും. സച്ചസ് ആ ഇമേജിലുള്ള ലൈൻസ്, ഗ്രേഡിയൻസ്, സർക്കിൾസ്, ഓർ ഈവൻ ഐസ്, ഫേസസ്, ഇതെല്ലാം തന്നെ നമുക്ക് പിക്ക് ചെയ്ത് എടുക്കും. ആൻഡ് ഇത് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ആൻഡ് ദിസ് പ്രോപ്പർട്ടി മേക്സ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് സോ പവർഫുൾ ഫോർ കമ്പ്യൂട്ടർ വിഷൻ. പിന്നെ ഇതിലാണെങ്കിൽ ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ആൻഡ് ഓഫൻ അപ് ടു നമുക്ക് ചില ഇതിൽ 20 or 30 ലെയേഴ്സ് വരെ വരാം. ഈ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലെയർ ഉണ്ട്, അതാണ് കൺവല്യൂഷണൽ ലെയർ. ദ പവർ ഓഫ് എ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് കംസ് ഫ്രം എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലെയർ കോൾഡ് ദ കൺവല്യൂഷണൽ ലെയർ. ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ നമ്മളുടെ കൺവല്യൂഷൻ ലെയേഴ്സ് സ്റ്റാക്ക് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, കൺവല്യൂഷൻ ലെയേഴ്സ് ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവല്യൂഷൻ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ടൈപ്പ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് വരാം. അതിൻ്റെ പേരാണ് സ്റ്റാക്ക്. 1 by 1 ബാക്ക് ടു ബാക്ക് വരുന്നതാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് കണ്ടെയ്ൻ മെനി കൺവല്യൂഷണൽ ലെയേഴ്സ് സ്റ്റാക്ഡ് ഓൺ ടോപ്പ് ഓഫ് ഈച്ച് അതർ ആൻഡ് ഈച്ച് വൺ capable ഓഫ് റെക്കഗ്നൈസിങ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ഷേപ്സ്. നമുക്കിപ്പോൾ ഒരു 3 or 4 കൺവല്യൂഷണൽ ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ 25 ആൻഡ് എബോവ് ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഫേസസിനൊക്കെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ആ ഒരു ടേം കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺവല്യൂഷണൽ ലെയേഴ്സിലൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഡിസൈൻ നോക്കാം. ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെയർഡ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്, മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് മെനി ഹിഡൻ ലെയേഴ്സ് ഓൺ ടോപ്പ് ഓഫ് ഈച്ച് അതർ ഇൻ സീക്വൻസ്. ആൻഡ് ഇതൊരു സീക്വൻഷ്യൽ ഡിസൈൻ ആണ്. ഇറ്റ് അലോസ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ടു ലേൺ ഹൈറാർക്കിക്കൽ ഫീച്ചേഴ്സ്. ഇതിലുള്ള ഹിഡൻ ലെയേഴ്സ് ടിപ്പിക്കലി കൺവല്യൂഷൻ ലെയേഴ്സ് ആയിരിക്കും, ഫോളോഡ് ബൈ കൺവല്യൂഷൻ ലെയേഴ്സ്, അത് കഴിഞ്ഞിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻസ്, ആൻഡ് അതിനിടയ്ക്ക് പൂളിംഗ് ലെയേഴ്സ് ഒക്കെ വരും. ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ലെനെറ്റ് 5. ഒരു സിമ്പിൾ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ലെനെറ്റ് 5. അത് നമ്മൾ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ 2 മെയിൻ പാർട്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൺവല്യൂഷൻ ടൂളാണ്. ഈ ടൂളാണ് നമ്മൾ ഒരു ഇമേജിൽ നിന്ന് വേരിയസ് ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും യൂസ് ആവുന്നത്. ഇനി സെക്കൻഡ് ഉള്ളതാണ് ഫുള്ളി കണക്റ്റഡ് ലെയർ. നമുക്ക് കൺവല്യൂഷൻ ലെയറിന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ടിനെ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആ ഇമേജ് ഏത് ക്ലാസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ 2 മെയിൻ കോമ്പണൻസ് ആണ് ഉള്ളത്, കൺവല്യൂഷൻ ടൂളും ഫുള്ളി കണക്റ്റഡ് ലെയറും. ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. ആദ്യം ഒരു ഇൻപുട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതാണ് കൺവല്യൂഷൻ ലെയർ. ഇത് ഫുള്ളാണ് കൺവല്യൂഷൻ ലെയർ. അപ്പോൾ ആദ്യം കൺവല്യൂഷൻ ഓപ്പറേഷൻ നടക്കും, അത് കഴിഞ്ഞിട്ട് പൂളിംഗ് നടക്കും, അത് കഴിഞ്ഞിട്ട് ഫുള്ളി കണക്റ്റഡ് ലെയർ ഉണ്ട്, ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിൽ ഈ കൺവല്യൂഷൻ ലെയറിൽ ഈ ഇൻപുട്ട്, ഈ കൺവല്യൂഷനും പൂളിംഗും ഇല്ലേ, ഈ 2 പാർട്ടാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫുള്ളി കണക്റ്റഡും ഔട്ട്പുട്ടും വരുന്ന പാർട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിലുള്ള 2 മെയിൻ പാർട്സ്. ഇനി ഈ കൺവല്യൂഷൻ ലെയർ എടുക്കുമ്പോൾ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ലെയേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ലെയർ ആണ് കൺവല്യൂഷണൽ ലെയർ. കൺവല്യൂഷൻ ലെയർ അത് വെച്ചിട്ട് നമുക്ക് വേരിയസ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇൻപുട്ട് ഇമേജിൽ നിന്ന് വേരിയസ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് ഇതിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഇമേജസ് ആണെങ്കിൽ റോ ഇമേജസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, ബട്ട് അത് മെട്രിക്സ് ഫോമാറ്റിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജ് ഇങ്ങനെ മെട്രിക്സ് ഫോർമാറ്റിൽ കൺവേർട്ട് ആവും. അതിൻ്റെ പിക്സൽ, അതിൻ്റെ കളറ്, ഇങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ടായിരിക്കും അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഇൻപുട്ട് ഇമേജ് ഇതാണെന്ന് വയ്ക്കാം. ഇതിലിപ്പോൾ നമ്പേഴ്സ് ഉണ്ട് 2, 3, 5, 4, 1, 0, 6, 7, 8, 3, 1, 5,
4 6 4 5 6 7 ഇതാണ് എൻ്റെ ഇൻപുട്ട് ഇമേജ് എന്ന് വെക്കാം. അപ്പോൾ ഈ കൺവല്യൂഷൻ ലെയറിൽ ആക്ച്വലി എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻപുട്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിൽറ്ററും കിട്ടും. ഇപ്പോൾ എൻ്റെ ഫിൽറ്റർ ഇതാണെന്ന് വയ്ക്കാം, 2x2 ഫിൽറ്റർ. ഫിൽറ്ററിലും വാല്യൂസ് കാണും. ഇപ്പോൾ 2 3 1 0 ഇതാണ് ഫിൽറ്ററിൻ്റെ വാല്യൂ എന്ന് വയ്ക്കാം. അപ്പോൾ ഈ കൺവല്യൂഷണൽ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും എടുക്കുന്നത്. ഇതിൽ സ്ട്രൈഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 വയ്ക്കാം, അതെന്താണെന്ന് പറയാം. ഇനി ഇത് ഫിൽറ്റർ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതില്ലേ ഈ ഒരു കേർണൽ, ഇതിനെ കേർണൽ എന്ന് പറയാം, ഫിൽറ്റർ എന്ന് പറയാം. ഇതിനെ എടുത്ത് ഈ ഒരു ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വെക്കണം. ഫസ്റ്റ് ഈ ഒരു പൊസിഷനിൽ വെക്കാം. അപ്പോൾ ഈ ഒരു പൊസിഷനെയും ഈ ഒരു മെട്രിക്സിനെയും ഈ ഒരു ഫിൽറ്ററിനെയും നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. മീൻസ് ഇതിലുള്ള ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. അപ്പോൾ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഒരു ആൻസർ കിട്ടത്തില്ലേ? ആ ആൻസറിനെ എടുത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഫസ്റ്റ് പൊസിഷനിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ എടുത്ത് മാറ്റണം. ഇതിനെ മാറ്റി അടുത്ത പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. ഇപ്പോൾ ഇത് ഈ ഒരു പൊസിഷനിലാണ് ഉള്ളത്. സ്ട്രൈഡ് 1 ആണ്. സ്ട്രൈഡ് 1 എന്ന് പറയുമ്പോൾ ഒരു കോളം ഇങ്ങോട്ട് നീക്കി വെക്കണം. അപ്പോൾ ഇപ്പോൾ പുതിയ പൊസിഷൻ ഈ ഇതാവും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എഗെയിൻ ഇതിനും ഈ ഒരു ഇതിനും നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അതിന് കിട്ടുന്ന ആൻസറിനെ സെക്കൻഡ് പാർട്ടിൽ അതിൽ സെക്കൻഡ് ഇതിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂവ് ചെയ്യണം. അപ്പോൾ വീണ്ടും മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, എടുത്തിട്ട് അതിന് കിട്ടുന്ന ആൻസറിനെ ഇവിടെ വെക്കാം. ഓക്കെ, അതേപോലെ ഇത് ഫുൾ കഴിഞ്ഞല്ലോ, റോ കഴിഞ്ഞു, അടുത്ത കോളം വൈസ് വരണം. അപ്പോൾ മേലിൽ നിന്ന് ഒരെണ്ണം താഴെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് മാത്രം കിട്ടും, ഈ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇതിനും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. എടുത്തിട്ട് വീണ്ടും ഇതിനെ മൂവ് ചെയ്താൽ ഇത് കിട്ടും. ഇതിനും എടുക്കണം, ഇതിനെടുക്കണം. ദെൻ എഗെയിൻ താഴോട്ട് മൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ പോകണം. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു ആൻസർ കിട്ടും. ആ ആൻസറിൻ്റെ പേരാണ്, ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു മെട്രിക്സിൻ്റെ പേര് ഫീച്ചർ മാപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺവല്യൂഷൻ ലെയറിൽ നടക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ചെയ്ത് കാണിക്കാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ട് കാണും. ഇൻപുട്ടിൻ്റെ സൈസ് n ആയിരിക്കും. അതേപോലെ നമുക്കൊരു കേർണൽ കാണും. കേർണൽ അല്ലെങ്കിൽ ഫിൽറ്റർ, അതിൻ്റെ സൈസ് f ആയിരിക്കും. ഇത് വെച്ചിട്ട് നമ്മളൊരു ഫീച്ചർ മാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചർ മാപ്പിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ അതിനൊരു ഫോർമുല ഉണ്ട്. ഫീച്ചർ മാപ്പിൻ്റെ സൈസ് ഇസ് ഈക്വൽ ടു നമ്മളുടെ ഇൻപുട്ടിൻ്റെ സൈസ് മൈനസ് ഫിൽറ്ററിൻ്റെ സൈസ് പ്ലസ് 2 ഇൻറ്റു പാഡിങ് ഡിവൈഡഡ് ബൈ സ്ട്രൈഡിൻ്റെ സൈസ് പ്ലസ് 1. ഈ ഫോർമുല ചെയ്യുമ്പോൾ നമുക്ക് ഫീച്ചർ മാപ്പ്, നമ്മളുടെ റിസൾട്ടിൻ്റെ സൈസ് കിട്ടും. ആ ഒരു സൈസ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് എടുത്തെഴുതാം, ഇതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാം. ഇതാണ് കൺവല്യൂഷൻ ലെയറിൽ നടക്കുന്നത്. ഇതിൻ്റെ പേരാണ് കൺവല്യൂഷൻ ഓപ്പറേഷൻ. നമുക്കൊരു ഫിൽറ്റർ കാണും. ആ ഫിൽറ്റർ നമ്മളുടെ ഇൻപുട്ട് വെച്ചിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. എന്നിട്ട് ആ ഫിൽറ്ററിനെ സ്ലൈഡ് ചെയ്ത് എല്ലാത്തിനെയും കണ്ടുപിടിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ പേരാണ് ഫീച്ചർ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഫീച്ചർ മാപ്പ് എന്ന് പറയുന്നത്. വിച്ച് ഗീവ്സ് us ഇൻഫർമേഷൻ അബൌട്ട് ദ ഇമേജ് സജസ് കോർണേഴ്സ്, എഡ്ജസ്, ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് കഴിയുമ്പോൾ ഈ ഒരു ഫീച്ചർ മാപ്പിനെ നമ്മൾ നെക്സ്റ്റ് ലെയറിലോട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്നും വീണ്ടും വേറെ, ഇപ്പോൾ പൂളിംഗ് ആണെങ്കിൽ വേറെ ഓപ്പറേഷൻസ് നടക്കും. എഗെയിൻ ഒരു കൺവല്യൂഷൻ ആണെങ്കിൽ എഗെയിൻ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ആവും. സോ ഈ കൺവല്യൂഷൻ ലെയർ ആണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഫസ്റ്റ് ലെയർ. ഇത് കഴിഞ്ഞിട്ട് കൺവല്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണലി വേറെ കൺവല്യൂഷൻ ലെയറും ആവാം, അല്ലെങ്കിൽ പൂളിംഗ് ലെയറും ആവാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കൺവല്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് കൺവല്യൂഷൻ ആവാം, അല്ലെങ്കിൽ പൂളിംഗ് ആവാം. ആൻഡ് ലാസ്റ്റ് ലെയർ എപ്പോഴും ഫുള്ളി കണക്റ്റഡ് ലെയർ ആയിരിക്കും ലാസ്റ്റ് ലെയർ. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ വെച്ച് കൊടുത്തേക്കുന്നത്. നമുക്ക് ഫീച്ചർ മാപ്പ് കിട്ടത്തില്ലേ, ആ ഔട്ട്പുട്ടിൻ്റെ ആ ഫീച്ചർ മാപ്പിൻ്റെ സൈസിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ഇതൊക്കെ. നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ്, സ്ട്രൈഡ്, സീറോ പാഡിങ്, ഇതൊക്കെ. നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫിൽറ്ററല്ലേ എടുത്തത്, ലാസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചതിൽ ഒരു ഫിൽറ്ററാണ് എടുത്തത്. അതേപോലെ ഒന്നല്ലാതെ n നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 3 ഫിൽറ്ററാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് എനിക്ക് 3 ഡിഫറെൻറ്റ് ഫീച്ചർ മാപ്പ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് 3 ആവും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഡെപ്ത് ഒക്കെ ഇൻക്രീസ് ആവും. നമ്മൾ എത്ര ഫീച്ചർ മാപ്പാണോ യൂസ് ചെയ്യുന്നത്, എത്ര കേർണൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അത് ബേസ്ഡ് നമുക്ക് സൈസ് ഡെപ്ത് കൂടും. ദെൻ സ്ട്രൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത സ്ട്രൈഡ് 1 ആണ്. സപ്പോസ് ഞാൻ സ്ട്രൈഡ് 2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ കോളം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2 ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു പൊസിഷനിൽ വെച്ചു. ഇനി സെക്കൻഡ് വെക്കുമ്പോൾ 2 ആയിട്ടാണ് മാറേണ്ടത്. ഈ ഫസ്റ്റ് 2 കോളം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇതിലോട്ടാണ് പോകേണ്ടത്.
ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത മേലത്തെ 2 സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇതിലോട്ട് പോവാം. ഇപ്പോൾ 1 ആണെങ്കിൽ 1 കോളം ആണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. 2 ആണെങ്കിൽ 2 വെച്ച് സ്കിപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ സ്ട്രൈഡിൻ്റെ കൗണ്ട് കൂടുവാണെങ്കിൽ സ്ട്രൈഡ് എപ്പോഴും മാക്സിമം 1 or 2 ആയിരിക്കും, മാക്സിമം 2 ആയിരിക്കും, അതിൽ കൂടുതൽ റെയർ ആയിട്ടേ പോകത്തുള്ളൂ. സ്ട്രൈഡിൻ്റെ കൗണ്ട് കൂടുന്തോറും നമ്മളുടെ ഫീച്ചർ മാപ്പിൻ്റെ സൈസ് കുറയും. ഇനി തേർഡ് വൺ ആണ് സീറോ പാഡിങ്. സീറോ പാഡിങ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫിൽറ്റർ ഇൻപുട്ട് ഇമേജിൽ ഫിറ്റ് ആവാതെ വരുന്ന ടൈമാണ് നമ്മൾ ഈ സീറോ പാഡിങ് യൂസ് ചെയ്യുന്നത്. കൺവല്യൂഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് വെക്കാം. അപ്പോൾ ഇതിൻ്റെ സൈസ് 4 ആണ്, എൻ്റെ കേർണലിൻ്റെ സൈസ് 3 ആണ്. അപ്പോൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ കേർണലിനും ഈ ഇൻപുട്ടിനും ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈസ് 3/3 അല്ലേ. അപ്പോൾ ആദ്യം ആ കേർണലിനെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു, എന്നിട്ട് ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്യണം. ഇപ്പോൾ സ്ട്രൈഡ് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 ബോക്സിലെ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ബോക്സ് മൂവ് ചെയ്ത് ഈ ഒരു ഇതിലോട്ട് വരും. ബട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ബാലൻസ് 2 കോളാണ് ഉള്ളത്. ബട്ട് ഇൻപുട്ട് കേർണലിൻ്റെ സൈസ് 3 ആണ്. അപ്പോൾ എനിക്കിവിടെ ഈ ഇൻപുട്ട് ഈ കേർണലിൽ ഫിറ്റ് ആയില്ല. ഇങ്ങനെ വരുന്ന കേസിൽ എനിക്ക് പാഡിങ് ആഡ് ചെയ്യാം. പാഡിങ് മീനിങ് ഇപ്പോൾ ഇതാണ് ഇൻപുട്ട് എന്ന് വെക്കാം. ഇപ്പോൾ ഈ 3/3 ഇതാണ് ഇൻപുട്ട് എന്ന് വെക്കാം. പാഡിങ് മീൻസ് ഇതിൻ്റെ അടിയിൽ ഈ ഒരു കോളം, പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ എല്ലാത്തിലും ഔട്ടർ ഇതിലൊക്കെ നമ്മൾ 0 ആഡ് ആക്കി കൊടുക്കുന്നതാണ് പാഡിങ്. ഇങ്ങനെ 0 ആഡ് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇൻപുട്ടിനെ ഫിൽറ്ററിൽ ഫിറ്റ് ചെയ്യിക്കാൻ പറ്റും. ഈ പാഡിങ്സ് ഡിഫറെൻറ്റ് ടൈപ്പാണ് ഉള്ളത്. വാലിഡ് പാഡിങ്, സെയിം പാഡിങ് ആൻഡ് ഫുൾ പാഡിങ്. വാലിഡ് പാഡിങ് മീൻസ് അതിൽ പാഡിങ് ഒന്നുമില്ല, നോർമൽ കേസാണ്, നോ പാഡിങ് ആണ്. ഇനി സെയിം പാഡിങ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ലെയറിലും ഇൻപുട്ട് ലെയറിലും സെയിം സൈസ് വരും, അതാണ് സെയിം പാഡിങ്. ഇനി ഫുൾ പാഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ സീറോസ്, ബോർഡറിലൊക്കെ എക്സ്ട്രാ സീറോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ പാഡിങ് ചെയ്യും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാഡിങ്. ഇനി ഓരോ കൺവല്യൂഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റെലു അപ്ലൈ ചെയ്യും. റെലു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും ടു ദ ഫീച്ചർ മാപ്പ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നോൺ ലീനിയാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനിയുള്ള അടുത്ത ലെയർ ആണ് പൂളിംഗ് ലെയർ. പൂളിംഗ് ലെയർ നമ്മുടെ കൺവല്യൂഷൻ ലെയർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കൺവല്യൂഷൻ ലെയർ ഇസ് ഓഫൻ ഫോളോഡ് ബൈ പൂളിംഗ് ലെയർ. ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഡിക്രീസ് സൈസ് ഓഫ് കൺവോൾഡ് ഫീച്ചർ മാപ്പ്. നമുക്ക് കൺവല്യൂഷൻ ലെയറിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ലേ, ഫീച്ചർ മാപ്പ്, ആ ഫീച്ചർ മാപ്പിൻ്റെ സൈസ് കുറയ്ക്കണം, റെഡ്യൂസ് ചെയ്യണം. അതാണ് പൂളിംഗ് ലെയറിൻ്റെ ഒരു പ്രൈമറി എയിം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലാണ് ചെയ്യുന്നത്. മാക്സ് പൂളിംഗ്, ആവറേജ് പൂളിംഗ് ആൻഡ് സം പൂളിംഗ് എന്ന 3 ടൈപ്സ് ആണ് ഉള്ളത്. ആൻഡ് ഈ 3 ടൈപ്സിൽ ചെയ്യും. ഇതിൽ നമുക്ക് ഫീച്ചർ മാപ്പ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു മെട്രിക്സ് അല്ലേ, നമുക്കിങ്ങനെ ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്കൊരു മെട്രിക്സ് കാണും. ഇപ്പോൾ അവർ കേർണൽ സൈസ് 2/2 കൊടുത്തിട്ട് മാക്സ് പൂളിംഗ് ആണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫസ്റ്റുള്ള ഈ 2/2 ഇതിനെ എടുക്കണം ഇതിൽ നിന്ന്. എന്നിട്ട് ഇതിലുള്ള മാക്സിമം വാല്യൂ ഏതാണോ അതിനെ നമ്മളുടെ റിസൾട്ടിൻ്റെ ഔട്ട്പുട്ട് ഫീച്ചർ മാപ്പിൽ എടുത്ത് എഴുതാം. പിന്നെ ഇതിനെ സ്ട്രൈഡ് ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക, വീണ്ടും അതിൻ്റെ മാക്സിമം എലമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം. അങ്ങനെ നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷനിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. ഇതിൽ ഡോട്ട് പ്രോഡക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ 2/2 ആണെങ്കിൽ ആ 2/2ൽ മാക്സിമം വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഫീച്ചർ മാപ്പിൽ വരുന്നത്. അപ്പോൾ മാക്സ് പൂളിങ്ങിൽ ഇപ്പോൾ 4 ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ 4ൽ ഏതാണ് മാക്സിമം അതിനെ എടുത്ത് എഴുതും. അതേപോലെ ആവറേജ് പൂളിംഗ് ആണെങ്കിൽ ഈ 4 നമ്പേഴ്സിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് എഴുതും. ഇനി ഇതേപോലെ സം പൂളിംഗ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുത്തിട്ട് നമ്മൾ എഴുതും. സോ മാക്സ് പൂളിംഗ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് എലമെൻറ്റ് നമ്മൾ എടുക്കും. ആവറേജ് പൂളിങ്ങിൽ എല്ലാ എലമെൻറ്റിൻ്റെയും ആവറേജ് എടുക്കും. ദെൻ സം പൂളിംഗ് ആണെങ്കിൽ എല്ലാത്തിൻ്റെയും ടോട്ടൽ സം നമ്മൾ എടുക്കും. ഇനി ലാസ്റ്റ് ഉള്ള ലെയർ ആണ് ഫുള്ളി കണക്റ്റഡ് ലെയർ. ഫുള്ളി കണക്റ്റഡ് ലെയറിൽ ന്യൂറോൺ കാണും, അതിന് വെയിറ്റ് കാണും ആൻഡ് ബയാസ് കാണും. ഇത് അടുത്ത ലെയറിൻ്റെ ന്യൂറോൺസിൻ്റെ കൂടെ ഫുള്ളി കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് ഫുള്ളി കണക്റ്റഡ് ലെയർ. ആൻഡ് ഈ ഫുള്ളി കണക്റ്റഡ് ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷനിലോട്ട് കൊണ്ടുവരുന്നത്. ഈ ഫുള്ളി കണക്റ്റഡ് ലെയർ വിത്ത് ഔട്ട്പുട്ട് ലെയർ വെച്ചിട്ടാണ് ഈ ഫുള്ളി കണക്റ്റഡ് ലെയറിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതാണ് കൺവല്യൂഷൻ ലെയറിലെ ലാസ്റ്റ് ലെയർ. ഇനി ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് മാത്രമല്ലാതെ 2 എക്സ്ട്രാ ഫങ്ഷൻസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡ്രോപ്പ് ഔട്ട്. ഫസ്റ്റ് നമ്മൾ കൺവല്യൂഷൻ പെർഫോം ചെയ്തു, പിന്നെ പൂളിംഗ് ചെയ്തു, ലാസ്റ്റ് ഫുള്ളി കണക്റ്റഡ് ലെയറിലോട്ട് വന്നു. ഇനി ഈ ഫുള്ളി കണക്റ്റഡ് ലെയർ ബാക്കിയുള്ള എല്ലാ നോഡുമായിട്ടാണ് ഫുള്ളായിട്ട് കണക്റ്റ് ആയേക്കുന്നത്. അപ്പോൾ ഈ ഫുള്ളി കണക്റ്റഡ് ലെയറിൽ നമ്മൾ എല്ലാ ഫീച്ചേഴ്സിനെയും ബാക്കി ന്യൂറോൺസിന് കൊടുക്കുവാണെങ്കിൽ അവിടെ ഓവർ ഫിറ്റിംഗ് വരും. നല്ല പോലെ നമ്മളുടെ ഡേറ്റ വെച്ചിട്ട് ആ ഒരു മോഡൽ ട്രെയിൻ ആവും. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് കൊടുക്കും മോഡൽ പെർഫോമൻസിന്. സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഈ ഫുള്ളി ലെയറിൽ കുറച്ച് ന്യൂറോൺസിനെ എടുത്ത് കളയും. അതിനെ നമ്മൾ ഫയർ ചെയ്യത്തില്ല.
അപ്പോൾ ഫുള്ളി കണക്റ്റഡ് ലെയറിൽ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ഡ്രോപ്പ് ഔട്ട് മീൻസ് കുറച്ച് ന്യൂറോൺസിനെ ഫയർ ചെയ്യത്തില്ല, അതിൻ്റെ അടുത്ത് കളയും. അതിൻ്റെ പേരാണ് ഡ്രോപ്പ് ഔട്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് ഔട്ട് ലെയറിൽ പാസ്സായി വരുമ്പോൾ ഓൾമോസ്റ്റ് 30% ഓഫ് നോട്ട്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും, റാൻഡംലി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഓവർ ഫിറ്റിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളതാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ്. ആക്ടിവേഷൻ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഡിസൈഡ് വിച്ച് ഇൻഫർമേഷൻ ഓഫ് ദി മോഡൽ ഷുഡ് ഫയർ ഫോർവേഡ് ഡയറക്ഷൻ. നമുക്ക് ഏത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏത് നോടെയാണ് നമ്മൾ ഫയർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആൻഡ് ഇത് നമ്മളുടെ നെറ്റ്വർക്കിന് നോൺ ലീനിയാരിറ്റി കൊടുക്കും. ആൻഡ് ഇതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് റെലു, സോഫ്റ്റ് മാക്സ്, ടാനച്ച്, സിഗ്മോയിഡ് ഇതൊക്കെ. ആൻഡ് ഇതിന് ഓരോത്തിനും ഒരു സ്പെസിഫിക് യൂസേജ് ഉണ്ട്. ഇപ്പോൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് സിഗ്മോയിഡ്, സോഫ്റ്റ് മാക്സ് ഒക്കെ യൂസ് ചെയ്യാം. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ സോഫ്റ്റ് മാക്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ CNN ആർക്കിടെക്ചർ. ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലെനറ്റ്. ലെനറ്റിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ലെനറ്റ് നമ്മൾ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇമേജ് ഓഫ് എ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് ആൻഡ് അതിൻ്റെ സൈസ് 32x32 പിക്സൽ ആയിരിക്കും. ആൻഡ് ഇതിന് നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ പാസ്സാക്കും. അപ്പോൾ ഈ ലെനറ്റിൽ ടോട്ടൽ 6 ലെയേഴ്സ് ആണുള്ളത്. എക്സ്ക്ലൂഡിങ് ദ ഔട്ട്പുട്ട് ലെയർ ഇതിൽ 6 ലെയേഴ്സ് ആണുള്ളത്. അതിൽ കൺവല്യൂഷൻ ലെയർ ഉണ്ട്, പൂളിംഗ് ലെയർ, അതായത് ഇതിൽ സബ് സാമ്പിളിംഗ് ലെയർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഫുള്ളി കണക്റ്റഡ് ലെയർ ഉണ്ട്, ലാസ്റ്റ് ഔട്ട്പുട്ട് ലെയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ളത് എപ്പോഴും പോലെ കൺവല്യൂഷൻ ലെയർ ആണ്. ഫസ്റ്റ് കൺവല്യൂഷൻ ലെയർ, അപ്പോൾ അതിനെ C1 എന്ന് വയ്ക്കാം. ഈ ലെയറിൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഒരു കേർണൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫീച്ചർ മാപ്പ് ഫിൽറ്റർ. ഈ ലെനറ്റിൽ നമുക്ക് മൊത്തം 6 കൺവല്യൂഷണൽ കേർണൽസ് ആണ് ഉള്ളത്. 6 കേർണൽസ് ഉണ്ട്. അതിൻ്റെ സൈസ് 5x5 ആണ്. ഓരോന്നിൻ്റെയും സൈസ് 5x5 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 6 ഫീച്ചർ മാപ്സ് കിട്ടും വിത്ത് സൈസ് 28x28. 28x28 സൈസിൽ നമുക്ക് 6 ഔട്ട്പുട്ട്സ് ഫീച്ചർ മാപ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് ലെയർ ഓഫ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ കിട്ടും. സ്ട്രൈറ്റ് എഡ്ജസ്, കോർണേഴ്സ് ഒക്കെ കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് S2 സബ് സാമ്പിളിംഗ് ലെയർ, അല്ലെങ്കിൽ നമ്മൾ ആവറേജ് പൂളിംഗ് ലെയർ എന്ന് പറയാം. ഇതിൽ നമ്മളിതിൽ പൂളിംഗ് ആണ് ചെയ്യുന്നത്. 2x2 സ്ട്രൈഡ് വെച്ചിട്ട് പൂളിംഗ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിന് ഇൻപുട്ടായിട്ട് കിട്ടുന്നത് ഫസ്റ്റ് കൺവല്യൂഷൻ ലെയറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ 28x28 സ്കെയിലുള്ള ഇമേജസ് ആയിരിക്കും ഇതിന് ഇൻപുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 2x2 ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 14x14 സൈസിലുള്ള 6 ഔട്ട്പുട്ട്സ് ഈ ഒരു ലെയറിൽ നിന്ന് കിട്ടും. അടുത്തുള്ളതാണ് സെക്കൻഡ് കൺവല്യൂഷൻ ലെയർ. ഇത് തേർഡ് ലെയർ ആണ്, സെക്കൻഡ് കൺവല്യൂഷൻ ലെയർ. ഇതിൽ മൊത്തം 16 കൺവല്യൂഷണൽ കേർണൽസ് ആണുള്ളത്. 16 കേർണൽസ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് എന്ന് പറയാം. 16 ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്. ഓരോന്നിൻ്റെയും സൈസ് 5x5 ആണ്. ഇത് ഇൻപുട്ടായിട്ട് എടുക്കുന്നത് ലാസ്റ്റ് ആ സബ് സാമ്പിളിംഗ് ലെയറിലുള്ള 14x14 ഇമേജസിനെയാണ് ഇത് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ 6 14x14 ഇമേജസ് ആയിരിക്കും ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് 16 ഔട്ട്പുട്ട്സ് കിട്ടും വിത്ത് സൈസ് 10x10. ഇനി അടുത്തുള്ളതാണ് ഫോർത്ത് ലെയർ, സബ് സാമ്പിളിംഗ്. ഇത് സെക്കൻഡ് സബ് സാമ്പിളിംഗ് ലെയർ ആണ്. ഇതിൽ നമ്മൾ ഇതിന്ന് പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയ 16 10x10 ഔട്ട്പുട്ട്സ് ഫീച്ചർ മാപ്സിനെ 16 5x5 ഇമേജസ് ആയിട്ട് അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, 5x5 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിനെ നെക്സ്റ്റ് ലെയറിലോട്ട് കൊടുക്കും. C5 ഈ C5 എന്ന് പറയുന്നത് ഫുള്ളി കണക്റ്റഡ് കൺവല്യൂഷണൽ ലെയർ ആണ് വിത്ത് 120 ഔട്ട്പുട്ട്സ്. ഈച്ച് ഓഫ് ദ 120 ഔട്ട്പുട്ട്സ് നോട്ട്സ് കണക്റ്റഡ് ടു ഓൾ 400 നോട്ട്സ് ദറ്റ് കെയിം ഫ്രം S4. ഈ S4ൽ നിന്ന് നമുക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത് 400 നോട്ട്സ് ആണ്. അപ്പോൾ ഈ 400 നോട്ട്സും ഇതിലുള്ള ഈ C5ലുള്ള 120 ഔട്ട്പുട്ട്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ദ ഔട്ട്പുട്ട് ഇസ് നോ ലോങ്ങർ ആൻ ഇമേജ്. ഇതിലെ ഔട്ട്പുട്ട് ഇമേജ് അല്ല, ഒരു 1D അറേ ആയിരിക്കും വിത്ത് ലെങ്ത് 120. 1D അറേ വിത്ത് ലെങ്ത് 120 ആയിരിക്കും. ഇനിയുള്ളതാണ് അടുത്ത ഫുള്ളി കണക്റ്റഡ് ലെയർ. ഈ ഫുള്ളി കണക്റ്റഡ് ലെയർ മാപ്പിംഗ് 120 അറേ ടു എ ന്യൂ അറേ ഓഫ് ലെങ്ത് 10. ഇതിന് മുന്നേ നമുക്ക് കിട്ടിയത് 1D അറേ വിത്ത് ലെങ്ത് 120 ആണ്. അപ്പോൾ ഈ ഫുള്ളി കണക്റ്റഡ് ലെയറിൽ വരുമ്പോൾ ഈ 120 ഇതിൻ്റെ അറേയും നമ്മൾ ലെങ്ത് ഓഫ് 10 വരുന്ന ന്യൂ അറേ ആയിട്ട് മാപ്പ് ചെയ്യും. ഈച്ച് എലമെൻറ്റ് ഓഫ് ദ അറേ ഇസ് നൗ കറസ്പോണ്ട്സ് ടു എ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് 0 to 9. അപ്പോൾ അടുത്ത ലാസ്റ്റ് ലെയർ ആണ് ഔട്ട്പുട്ട് ലെയർ. ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ പ്രോബബിലിറ്റിയോട്ട് ചേഞ്ച് ചെയ്യും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലോട്ട് ഈ 10 വാല്യൂ 0 to 9 ചേഞ്ച് ചെയ്യും, വിച്ച് സംസ് ടു 1.
അപ്പോൾ ഇതാണ് ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ലേയേഴ്സ്. ഇനി അതിൻ്റെ ആർക്കിടെക്ചർ ഇതാണ്. ആദ്യം ഒരു ഇൻപുട്ട് ഉണ്ട്, കൺവല്യൂഷൻ ലെയർ 1 ആണ്. അത് കഴിഞ്ഞിട്ട് പൂളിംഗ് ലെയർ 1, അത് കഴിഞ്ഞിട്ട് കൺവല്യൂഷൻ ലെയർ 2, പൂളിംഗ് ലെയർ 2, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ലെയേഴ്സ് കൺവല്യൂഷൻ ലെയേഴ്സ്. ലാസ്റ്റ് നമുക്കൊരു ഔട്ട്പുട്ടും കിട്ടും. ഇതൊക്കെയാണ്, ഇതെങ്ങനെ വർക്ക് ആവുന്നു എന്നാണ് ഇതിൽ ഫുൾ എഴുതിയേക്കുന്നത്. ഫസ്റ്റ് കൺവല്യൂഷൻ ലെയറിൽ 6 ഫിൽറ്റേഴ്സ് ഉണ്ട്, സൈസ് 5x5 ആണ്, സ്ട്രൈഡ് 1 ആണ്. സെക്കൻഡ് ലെയറിൽ സബ് സാമ്പിളിംഗ് ഒരു ആവറേജ് പൂളിംഗ് ആണ് നടക്കുന്നത്, സൈസ് 2x2 ആണ്, സ്ട്രൈഡ് 2 ആണ്. തേർഡ് ലെയറിൽ കൺവല്യൂഷൻ ആണ്, 16 ഫിൽറ്റേഴ്സ് ഓഫ് സൈസ് 5x5, സ്ട്രൈഡ് 1. ഫോർത്ത് ലെയറിൽ അഗൈൻ ആവറേജ് പൂളിംഗ് ആണ്, സൈസ് 2x2 ആണ്, സ്ട്രൈഡ് 2. ഫിഫ്ത്ത് ലെയറിൽ എല്ലാത്തിനെയും ഫോർത്ത് ലെയർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ 120 നോട്ട്സ് കാണും. സിക്സ്ത് ലെയർ എന്ന് പറയുന്നത് ഫുള്ളി കണക്റ്റഡ് ലെയർ ആണ്, ഇതിൽ 84 നോട്ട്സ് ആണ് ഉള്ളത്. ആൻഡ് സെവൻത്ത് ലെയർ എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യാനുള്ള ലെയർ ആണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ലെനറ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ PDF ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. ഫുള്ളി കണക്റ്റഡ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്സിനും കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്സിനും ഉള്ള ഡിഫറൻസ്, അതെന്ന് ഫീഡ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഹിഡൻ ലെയേഴ്സിലുള്ള ഓരോ നോഡും നെക്സ്റ്റ് ലെയറിലുള്ള നോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ബട്ട് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്സിൽ നമ്മൾ കൺവല്യൂഷൻ ലെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫീച്ചറൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സാമ്പിളിങ് അതുപോലെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇതിന് ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ ആണ് അലക്സ്നെറ്റ് ആർക്കിടെക്ചർ. ഇത് 2012 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഇതിന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് RGB ഇമേജസ് ആണ്. RGB ഇമേജസ് ആണ് നമ്മൾ അലക്സ്നെറ്റിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇതിൽ 5 കൺവല്യൂഷണൽ ലെയേഴ്സ് ഉണ്ട് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് മാക്സ് പൂളിംഗ് ലെയേഴ്സ്. ആൻഡ് ഇതിൽ 3 ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ എല്ലാ ലെയേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്, റെലു. ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ ഔട്ട്പുട്ട് ലെയർ ഇസ് സോഫ്റ്റ് മാക്സ്. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചർ ഇതാണ്. ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഫസ്റ്റ് കൺവല്യൂഷൻ ലെയർ, അത് കഴിഞ്ഞിട്ട് മാക്സ് പൂളിംഗ്, ദെൻ സെക്കൻഡ് കൺവല്യൂഷണൽ, പിന്നെ മാക്സ് പൂളിംഗ്, അടുത്ത തേർഡ് കൺവല്യൂഷണൽ, ഫോർത്ത് കൺവല്യൂഷണൽ, ഫിഫ്ത്ത് കൺവല്യൂഷണൽ, പിന്നെ മാക്സ് പൂളിംഗ്, അത് കഴിഞ്ഞിട്ട് ഫുള്ളി കണക്റ്റഡ് ലെയർ. ഇതാണ് അലക്സ്നെറ്റിൻ്റെ ആർക്കിടെക്ചറായിട്ട് വരുന്നത്. ഇത് ഇതിൻ്റെ സിമ്പിൾ ആർക്കിടെക്ചറാണ്. ഫസ്റ്റ് നമ്മളൊരു ഇമേജ് കൊടുക്കുന്നു. ഇമേജിൻ്റെ സൈസ് 224x224 ആണ്. അത് ഫസ്റ്റ് കൺവല്യൂഷൻ ലെയറിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് സ്ട്രൈഡ് 4 വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മാക്സ് പൂളിലോട്ട് കൊടുക്കുന്നു. അതിൻ്റെ കേർണൽ സൈസ് 3x3 ആണ്. സ്ട്രൈഡ് 2 വെച്ചിട്ട് മാക്സ് പൂളിംഗ് ചെയ്യുന്നു. ദെൻ അടുത്ത് വീണ്ടും അതിൻ്റെ റിസൾട്ട് അടുത്ത കൺവല്യൂഷൻ ലെയറിലോട്ട് പോകുന്നു. അതിൽ 5x5 ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, പാഡിംഗ് 2 യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ റിസൾട്ട് അടുത്ത മാക്സ് പൂളിംഗ് അതിലോട്ട് പോകും. അതിൽ ഫിൽറ്റർ സൈസ് 3x3, സ്ട്രൈഡ് 2. ദെൻ അതിൻ്റെ ഇത് അടുത്ത കൺവല്യൂഷൻ ലെയറിൽ പോകും. അവിടെയും 3x3 ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, പാഡിംഗ് 1. നെക്സ്റ്റ് കൺവല്യൂഷൻ ലെയർ എഗെയിൻ 3x3 ഫിൽറ്റർ, പാഡിംഗ് 1. നെക്സ്റ്റ് എഗെയിൻ സെയിം കൺവല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാക്സ് പൂളിംഗ്, അവിടെ 3x3 ഫിൽറ്ററും സ്ട്രൈഡ് 2. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളി കണക്റ്റഡ് ലെയറിലോട്ട് നമ്മളുടെ ഡേറ്റ പോകും. ഇതിന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് RGB മോഡലാണ്. അപ്പോൾ 227x227 ഉള്ള ഇമേജ് ആണ് വിത്ത് RGB. അതിൻ്റെ ഗ്രേഡിയൻസ് 3 പാരാമീറ്റേഴ്സ് ഉള്ളതാണ് പാസ് ചെയ്യുന്നത്. ഇതിൽ കൺവല്യൂഷനും മാക്സ് പൂളിംഗ് ലെയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺവല്യൂഷൻ ലെയർ അപ്ലൈ ചെയ്യും വിത്ത് 96 ഫിൽറ്റേഴ്സ്. ടോട്ടൽ 96 ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് 11x11 ആണ് വിത്ത് സ്ട്രൈഡ് 4. പിന്നെ ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ, ഇതിൽ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും, റെലു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഫീച്ചർ മാപ്പിൻ്റെ സൈസ് 55x55 ആയിരിക്കും. ഓൾസോ ഇതിൽ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് ബിക്കംസ് ദ ചാനൽ ഇൻ ദി ഔട്ട്പുട്ട് ഫീച്ചർ മാപ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീച്ചർ മാപ്പിനെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ മാക്സ് പൂളിംഗ് ലെയറിലോട്ട് കൊടുക്കും. അതിൽ സൈസ് 3x3 ഫിൽറ്റർ യൂസ് ചെയ്യും ആൻഡ് സ്ട്രൈഡ് 2 യൂസ് ചെയ്യും. ദെൻ അതിൽ നിന്ന് റിസൾട്ടായിട്ട് നമുക്ക് 27x27 സൈസുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 96 ഇമേജസ് ഫീച്ചർ മാപ്സ് ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കൺവല്യൂഷൻ ഓപ്പറേഷൻ നടക്കും. ഇവിടെ നമ്മൾ ഫിൽറ്ററിൻ്റെ സൈസ് 5x5 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ 11x11 ആയിരുന്നു യൂസ് ചെയ്തത്, ഇവിടെ 5x5 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ആൻഡ് ഇതിൽ നമ്മൾ 256 ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രൈഡ് 1ഉം പാഡിംഗ് 2ഉം കൊടുക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ എഗെയിൻ റെലോ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 27x27 തന്നെ കിട്ടും. എഗെയിൻ ഇതിന് നമ്മൾ മാക്സ് പൂളിങ്ങിലോട്ടാണ് കൊടുക്കുന്നത്. അതിൽ 3x3 കേർണലാണ്, സ്ട്രൈഡ് 2 നമ്മൾ യൂസ് ചെയ്യും. ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഫീച്ചർ മാപ്പിൻ്റെ സൈസാണ് 13x13. ദെൻ അത് കഴിഞ്ഞിട്ട് തേർഡ് കൺവല്യൂഷൻ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 384 ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സൈസ് 3x3, സ്ട്രൈഡ് 1, പാഡിംഗ് 1. ഇതിൽ നിന്ന് നമുക്ക് 13x13 സൈസുള്ള 384 ഫീച്ചർ മാപ്സ് നമുക്ക് കിട്ടും. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഫോർത്ത് കൺവല്യൂഷൻ ലെയർ ആണ്.
അതിലും 384 ഫിൽറ്റേഴ്സും സൈസ് 3x3 ആണ്. സ്ട്രൈഡിങ് അലോങ് വിത്ത് പാഡിങ് 1 ആണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 13x13 സൈസുള്ള 384 ഫീച്ചർ മാപ്സ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ കൺവല്യൂഷൻ ലെയറിലോട്ട് പോകും. ഇതിൻ്റെ സൈസ് 3x3 ആണ്. കേർണൽ സൈസ് 3x3 ആണ്. അപ്പോൾ ഇതിൽ 256 ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്. പിന്നെ സ്ട്രൈഡിങ്ങും പാഡിങ് എല്ലാം 1 ആണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് 13x13 സൈസുള്ള 256 ഫീച്ചർ മാപ്സ് ആയിരിക്കും. സോ ഇതിലാണെങ്കിൽ നമ്മളുടെ ഫിൽറ്റേഴ്സിൻ്റെ സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടേ പോവാം. ആസ് വി ആർ ഗോയിങ് ഡീപ്പർ ആകുമ്പോൾ നമ്മളുടെ ഫിൽറ്ററിൻ്റെ സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ട് പോവാം. ഹെൻസ് നമുക്ക് മോർ ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഫിൽറ്ററിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്, വിച്ച് മീൻസ് ഇനീഷ്യൽ ഫിൽറ്റർ നല്ല ലാർജർ ആയിരുന്നു. ആൻഡ് നമ്മൾ അങ്ങോട്ട് ഡീപ്പറായിട്ട് പോകുന്നതോടെ നമ്മളുടെ ഫിൽറ്ററിൻ്റെ സൈസ് കുറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫീച്ചർ മാപ്പിൻ്റെ സൈസും കുറയും. സോ നെക്സ്റ്റ് നമ്മൾ തേർഡ് പൂളിംഗ് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രൈഡ് 2ഉം കേർണൽ സൈസ് 3x3 ആയിരുന്നു. അവിടെ നമുക്ക് 6x6 ഉള്ള 6x6 സൈസുള്ള 256 ഫീച്ചർ മാപ്സിനെ കിട്ടും. ഇത്രേ ഉള്ളൂ ഈ അലക്സ്നെറ്റ് ആർക്കിടെക്ചർ. ഇതിൻ്റെ ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ എന്തൊക്കെയാണ് നടക്കുന്നത്. ഓരോ ഇതിൽ നമ്മളിങ്ങനെ അതിൻ്റെ ഫിൽറ്ററിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് പോവും. അപ്പോൾ അതിൻ്റെ ഫീച്ചർ മാപ്പിൻ്റെ സൈസ് കുറയും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനിയുള്ളതാണ് VGG16 വിഷ്വൽ ജോമെട്രി ഗ്രൂപ്പ് 16. ഇത് ഒരു സിമ്പിൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഈ ഒരു ആർക്കിടെക്ചർ നമ്മൾ ഇമേജ് നെറ്റ് ഡേറ്റാ സെറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിലും ഓവർ 14 മില്യൺ ഓഫ് ഇമേജസ് ഉണ്ട്, 1000 ക്ലാസ്സസും ഉണ്ട്. ആൻഡ് VGG16 നമ്മൾ 2014 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മെനി ഡീപ്പ് ലേണിംഗ് ഇമേജ് ക്ലാസിഫിക്കേഷൻ ടെക്നിക്സിലൊക്കെ യൂസ് ആവുന്നുണ്ട്. ആൻഡ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. വിഷ്വൽ ജോമെട്രി ഗ്രൂപ്പ് 16 ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ ആദ്യം എന്താ നടക്കുന്നതെന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻപുട്ട് ഇമേജ് നമ്മൾ കൊടുക്കും. ആൻഡ് ഇത് 224 സൈസ് ഉള്ളതാണ്, ഫിക്സഡ് സൈസാണ്. 224x224 ഇമേജ് ആണ് കൊടുക്കുന്നത്. അതിൽ RGB 3 ചാനൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലൈസിങ് ചെയ്യും. The only pre-processing done is normalizing the RGB values for every pixel. എല്ലാ പിക്സലിനും നമ്മൾ RGB values നോർമലൈസ് ചെയ്യും. ആൻഡ് ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സബ്ട്രാക്ടിങ് ദ മീൻ വാല്യൂ ഫ്രം എവറി പിക്സൽ. എല്ലാ പിക്സലിൽ നിന്നും നമ്മൾ മീൻ വാല്യൂ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇമേജ് പ്രോസസ് ചെയ്ത ഇമേജിനെ ഫസ്റ്റ് സ്റ്റാക്ക് ഓഫ് 2 കൺവല്യൂഷണൽ ലെയേഴ്സിൽ നമ്മൾ കൊടുക്കും. അതിൽ സൈസ് 3x3 കേർണൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് റെലോ ആക്ടിവേഷൻസ് യൂസ് ചെയ്യും. ഈച്ച് ഓഫ് ദീസ് 2 കണ്ടെയ്ൻ 64 ഫിൽറ്റേഴ്സ്. ഫസ്റ്റ് നമ്മളിത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമേജ് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തതിന് അടുത്ത കൺവല്യൂഷൻ ലെയറിലോട്ട് കൊടുക്കും. അതിൽ കൺവല്യൂഷൻ ലെയർ 2 സ്റ്റാക്ക് ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ രണ്ടിലും ഈച്ച് ഓഫ് ദീസ് 2 ലെയേഴ്സ് ഹാവ് 64 ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ സൈസ് 3x3 ആണ്. അപ്പോൾ ആദ്യം ഒരു കൺവല്യൂഷൻ ലെയർ, എഗെയിൻ ഒരു കൺവല്യൂഷൻ ലെയർ, രണ്ടിലും 64 ഫിൽറ്റേഴ്സ് ഉണ്ട്, 3x3 സൈസ് ഉള്ളത്. എന്നിട്ട് ഈ കൺവല്യൂഷൻ ലെയർ നമ്മൾ സ്ട്രൈഡ് 1 ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിക്സഡ് അറ്റ് 1 പിക്സൽ. ആൻഡ് പാഡിങ് നമ്മൾ 1 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് 1 ആക്കി സെറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് സ്പേഷ്യൽ റെസൊല്യൂഷൻ പ്രിസർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് സൈസ് ഇതൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആക്ടിവേഷൻ മാപ്സിനെ നമ്മൾ അടുത്ത മാക്സ് പൂളിങ്ങിലോട്ട് നമ്മൾ കൊടുക്കും. മാക്സ് പൂളിങ്ങിൽ 2x2 ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രൈഡ് 2. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് ഹാഫ് ദ സൈസ് ഓഫ് ആക്ടിവേഷൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ആദ്യം എത്രയാണ് കൊടുത്തത്? 224 ആയിരുന്നു കൊടുത്തത്. ഇപ്പോൾ നമുക്ക് 112 × 112 ഉള്ള ഫീച്ചർ മാപ്പ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അത് ടോട്ടൽ കൗണ്ട് 64 ആയിരിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് ഫ്ലോ ചെയ്യും, സെക്കൻഡ് സ്റ്റാക്കിലോട്ട് നമ്മൾ കൊടുക്കും. ബട്ട് വിത്ത് 128 ഫിൽറ്റേഴ്സ് ആസ് അഗെയിൻസ്റ്റ് 64 ദ ഫസ്റ്റ് വൺ. ദെൻ ഇതേപോലെ അടുത്ത സെക്കൻഡ് സ്റ്റാക്കിലും ഇത് ഫ്ലോ ആവും. അവിടെ നിന്ന് നമുക്ക് 56x56 സൈസുള്ള 128 ഫീച്ചർ മാപ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയ മാക്സ് പൂളിംഗിൽ നിന്ന് കിട്ടിയ 112 × 112 ആ ഒരു പിക്സൽ, അത് മൊത്തം 64 ആണ് കിട്ടിയത്. അതിനെ നമ്മൾ അടുത്ത കൺവല്യൂഷൻ ലെയറിലോട്ട് കൊടുക്കുവാണ്. അതിൽ മൊത്തം 128 ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് 128 ഫിൽറ്റേഴ്സിൽ ഫസ്റ്റ് വണ്ണിൽ 64ഉം സെക്കൻഡ് വണ്ണിൽ 64 ഫിൽറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ആ 2 സ്റ്റാക്ക് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 56x56 ഉള്ള 128 ഫീച്ചർ മാപ്സ് ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ അടുത്ത തേർഡ് സ്റ്റാക്കിൽ കൊടുക്കുവാണ്. ഇതിൽ നമുക്ക് 3 കൺവല്യൂഷൻ ലെയേഴ്സ് ആണ് ഉള്ളത്. ആൻഡ്
മാക്സ് പൂളിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ 256 ആണ് കൊടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് 28/28 സൈസുള്ള 256 ഫീച്ചർ മാപ്സ് ആയിരിക്കും. ആൻഡ് ഇത് ഫോളോ ചെയ്യുന്നത് എഗെയിൻ 3 കൺവല്യൂഷൻ ലെയേഴ്സ് വെച്ചിട്ടാണ്. ഓരോന്നിൻ്റെയും ഫിൽറ്റർ സൈസ് ഓരോന്നും 512 ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 7/7 സൈസുള്ള 512 ഫീച്ചർ മാപ്സിനെ ആയിരിക്കും കിട്ടുന്നത്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് എഗെയിൻ സ്റ്റാക്ക് ഓഫ് കൺവല്യൂഷൻ ലെയേഴ്സ് ആണ്. അത് ഫോളോഡ് ബൈ 3 ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 2 ഹാവ് 4096 ന്യൂറോൺസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് കണക്റ്റഡ് ലെയറിന് 1000 ന്യൂറോൺസ് ആണുള്ളത്, കറസ്പോണ്ടിങ് ടു 1000 പോസിബിൾ ക്ലാസ്സസ് ഫോർ ഇമേജ്നെറ്റ് ഡേറ്റാ സെറ്റ്. ഇമേജ്നെറ്റ് ഡേറ്റാ സെറ്റിന് ടോട്ടൽ 1000 ക്ലാസ്സസ് അല്ലേ ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ഫുള്ളി കണക്റ്റഡ് ലെയറിൽ 1000 ന്യൂറോൺസ് ആയിരിക്കും ഉള്ളത്, വിച്ച് റെപ്രസെൻറ്റ്സ് 1000 പോസിബിൾ ക്ലാസ്സസ് ഫോർ ദി ഇമേജ് ഡേറ്റാ സെറ്റ്. ലാസ്റ്റ് നമ്മൾ ഇതിന് സോഫ്റ്റ് മാക്സ് ആക്ടിവേഷൻ ഫംഗ്ഷനും കൂടി കൊടുക്കും ഫോർ കാറ്റഗറിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ സമ്മറി ഇതാണ്. ആദ്യം 2 കൺവല്യൂഷൻ ലെയർ ആണുള്ളത്, 64 ചാനൽ 3x3 സൈസ്. അടുത്ത ഒരു മാക്സ് പൂളിംഗ് ലെയർ ഉണ്ട്, 2x2 കണലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് എഗെയിൻ 2 കൺവല്യൂഷൻ ലെയർ, അടുത്ത് ഒരു മാക്സ് പൂളിംഗ്, അടുത്ത് 3 കൺവല്യൂഷൻ ലെയർ, 1 മാക്സ് പൂളിംഗ്, 3 കൺവല്യൂഷൻ, 1 മാക്സ് പൂളിംഗ്, 3 കൺവല്യൂഷൻ, 1 മാക്സ് പൂളിംഗ്, ആൻഡ് അത് കഴിഞ്ഞിട്ട് 3 ഫുള്ളി കണക്റ്റഡ് ലെയർ. താങ്ക് യു.